First take, there is no first take at all. In this film, all the takes are 35-40 takes. ചാർലി എന്ന് പറയുന്നത് നമ്മളൊരു ട്രെയിൻ ഡോഗിനെ വാങ്ങിച്ചതല്ല. അത് പപ്പി ഉണ്ടാവുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. അഡോപ്റ്റ് ചെയ്ത് അവിടുന്ന് തൊട്ട് നമ്മളെ ചാർലി ആണത്. People who are passionate about cinema somehow, ended up around me. Probably because I always spoke about cinema. So whenever I speak about cinema, somebody hears it and they want to come and talk about it. കന്നഡ ഫിലിം ഇൻഡസ്ട്രിയിലെ സിമ്പിൾ സ്റ്റാറും ആ സിമ്പിൾ സ്റ്റാറിനെ വെച്ച് പടമെടുക്കുന്ന മലയാളിയായ സംവിധായകനുമാണ് ഇന്നെൻ്റെ കൂടെ. വെൽക്കം ടു ക്ലബ് എഫ് എം, വെൽക്കം ടു മൈ ഷോ. ടൈറ്റിൽ കാർഡിൽ സിമ്പിൾ സ്റ്റാർ രക്ഷി ഷെട്ടി. സോഷ്യൽ മീഡിയ പോസ്റ്റ്, ഒരു ഒച്ചിൻ്റെ പോസ്റ്റ് ഞാൻ കണ്ടായിരുന്നു, സ്നൈലിൻ്റെ പോസ്റ്റ്. നമ്മുടെ തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമ തീരുന്നത് വിനീത് ശ്രീനിവാസൻ കർണാടകത്തിലൊരു സ്കൂളിലിരുന്നിട്ട് ഒച്ചിന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. ലാസ്റ്റ് ഇവരുടെ ഒരു പോസ്റ്റ് ഉണ്ട്, രക്ഷിത് സാറിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഒച്ചിനെ കുറിച്ച്. എന്തൊക്കെയാണ് ഒച്ചിന്ന് ഒബ്സർവ് ചെയ്ത കാര്യങ്ങൾ? General post, it was not related to any movies I was doing. I felt the snail was carrying a burden on its back. To look at it, the burden looked more heavier than the snail itself. And in our life we generally do that. We carry a lot of burden with us wherever we go, thinking that this is for our protection. But if we actually let it go, then life becomes more simpler and more easier. 666, 555 ഒക്കെ നമ്മൾ കേട്ടിരിക്കുന്നുണ്ട്. എന്താണ് ട്രിപ്പിൾ? ഡോഗ് ലൈസൻസ് നമ്പർ ആണോ? നമ്മൾ പട്ടികൾക്ക് ലൈസൻസ് നമ്പർ ചെയ്യും. അത് ഈ മെട്രോ സിറ്റിയിലൊക്കെ പതിവായി ചെയ്യും എല്ലാവരും. ഓക്കെ. അതിന് പിന്നെ നമ്മൾ ടാഗിൽ ആ നമ്പർ ലൈസൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ടാഗിൽ ആ നമ്പർ ഇടും. സോ ഡോഗ് ഇൻ കേസ് മിസ്സായാൽ അങ്ങനെ ഉണ്ടായാൽ ആ ലൈസൻസ് നമ്പർ ട്രേസ് ചെയ്തിട്ട് അതിൻ്റെ ഓണർ ആരെന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ലാബാണല്ലേ ഈ സിനിമയിൽ? ലാബ്രഡോർ. എങ്ങനെയുണ്ടായിരുന്നു ലാബിനുമായുള്ള അഭിനയിക്കുന്ന എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? അമേസിങ് ആണോ? അത് സ്പെഷ്യലി അഭിനയിക്കുന്ന എക്സ്പീരിയൻസ് ഇവരാന്ന് പറയുന്നത്. ആരാണ് ഫസ്റ്റ് ടേക്ക്? ആരാണെന്ന്? ലാബായിരുന്നോ രക്ഷിത് സാറാണോ? ആരാണ് ഫസ്റ്റ് ടേക്ക്? ഓക്കെ, First take, there is no first take at all. In this film, all the takes are 35-40 takes. See, normally what happens is when you are acting with another co-actor, you normally get you have to react to what they are doing. If they are telling a dialogue, then you have to react to that dialogue. But in this film, it was a dog which is not actually acting. But when you watch the film, it looks like as if it is acting. But it a lot of things are done by training. It's a very tedious job what has happened behind the camera. And for me as an actor, I had to give like 35-40 takes every take I had to do my best, because you don't know when the lab will perform. So you can't say when the Charlie will perform. If Charlie does well, then even if I have not done well, then the take is okay, because we are not sure how many more takes it will take to do the same thing. So that's how we have shot the film. So it was very, very hectic. ആരാ ഏറ്റവും കൂടുതൽ റീടേക്ക് പോയത്? റീടേക്ക് ഓഫ് കോഴ്സ് ചാർലി, അതിലൊരു ഡൗട്ടും ഇല്ല. എന്താ വെച്ചാൽ നമ്മളിപ്പോൾ രക്ഷി സാറിന് ആർട്ടിസ്റ്റിനെ അറിയാമല്ലോ, അവരെന്താന്ന് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്ക് ക്ലാരിറ്റി ഉണ്ട്. പക്ഷെ ചാർലിക്ക് അറിയില്ല. നമ്മളെ ട്രെയിനറൊപ്പം വെച്ചിട്ട് ട്രിക്സ്, അതിന് ഫുഡൊക്കെ കാണിച്ചിട്ട് ഓക്കെ താനിപ്പോൾ ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ട്രെയിൻ ചെയ്തിട്ടാണ് അത് ചെയ്യുന്നത്. അതിൻ്റെ മൈൻഡിലുള്ളത് ഓക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പോയി ഇത് ചെയ്താലേ എനിക്ക് ഫുഡ് കിട്ടും എന്ന് പറയുന്ന ആ ഒരു ക്ലാരിറ്റി മാത്രം. അത് വിട്ടിട്ട് ഞാനിത് ആക്ട് ചെയ്യുന്ന അതൊന്നും ക്ലാരിറ്റി ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് വേണ്ട പോലെ കിട്ടാതിരിക്കുമ്പോൾ ഒരുപാട് ട്രൈ ചെയ്യണമായി വരും. ആൻഡ് അവൾക്ക് മൂഡില്ല പോലെയാണ്. എല്ലാ ദിവസവും മൂഡ് ഉണ്ടാവത്തില്ല. സോ ചില ദിവസം അവൾ പെർഫോമേ ചെയ്യത്തില്ല. പിന്നെ വേറെ ട്രീറ്റ്സ് ഒക്കെ കൊടുക്കണമായി വരും. പിന്നെ അവൾക്കൊരു സെപ്പറേറ്റ് കാരവനൊക്കെ ഉണ്ട്. അവളെ മൂഡ് വരാൻ വേണ്ടിട്ട് എത്ര നേരം കാത്തിരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അവൾ ഇപ്പോൾ ഷൂട്ടിൻ്റെ ഒരു സെറ്റിൽ വന്നാൽ ഒരുപാട് ലൈറ്റ്സ് ഇതൊക്കെ ഉള്ളതുകൊണ്ട് സോ അവൾക്ക് ഇമ്മീഡിയറ്റ് പാൻറ്റിങ് ഒക്കെ തുടങ്ങും. സോ അപ്പോൾ അഗൈൻ പോർട്ടബിൾ AC സ്പോട്ടിലുണ്ടാവും, വെളിയിൽ കാരവൻ ഉണ്ടാവും, അവിടെ AC ഉണ്ടാവും. സോ ഇങ്ങനെയൊക്കെ ടൈം എടുത്തിട്ട് ചെയ്യുന്നതാണ്. ഇതൊക്കെ ചെയ്തിട്ട് അവൾ വന്ന് ഇവിടെ പെർഫോം ചെയ്യണമെന്നില്ല. സോ
സോ അങ്ങനെ ഒരുപാട് ടേക്സ് എടുത്തതാണ്. ശരിക്കും ഒരു നായയാണോ ഉണ്ടായിരുന്ന, രണ്ട് നായ ഉണ്ടായിരുന്നോ? നമ്മൾ പടത്തിൽ 2 പട്ടിയാണ് ഉള്ളത്. പപ്പി പോർഷന് ഒരു പട്ടി ഉണ്ടായിരുന്നു, പിന്നെ അഡൽട്ട് പോർഷന് ഒരു 80% ഓഫ് ദ മൂവി നിങ്ങൾ ട്രെയിലറിൽ കണ്ടിരിക്കുന്ന ചാർലിയാണുള്ളത്. 2 പട്ടിയാണുള്ളത്. റിംഗ് മാസ്റ്റർ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ സമയത്ത് മലയാളത്തിൽ നായയുമായി വന്നൊരു സിനിമയാണ് റിംഗ് മാസ്റ്റർ. അത് ഷൂട്ട് ചെയ്ത് വന്ന സമയത്ത് അതിൻ്റെ ലാസ്റ്റ് ഇവർക്ക് നായ ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ട് അവരതിനെ വീട്ടിലേക്ക് കൊണ്ടുപോയി. അതുപോലെ നായ വീട്ടിലേക്ക് കൊണ്ടുപോകണം എന്നൊക്കെ തോന്നിയായിരുന്നു, അല്ലെങ്കിൽ കൊണ്ടുപോയോ? പക്ഷേ ഇത് ചാർലി എന്ന് പറയുന്നത് നമ്മളൊരു ട്രെയിൻ ഡോഗിനെ വാങ്ങിച്ചതല്ല. അത് പപ്പി ഉണ്ടാവുമ്പോൾ നമ്മൾ അഡോപ്റ്റ് ചെയ്തതാണ്. അഡോപ്റ്റ് ചെയ്ത് അവിടുന്ന് തൊട്ട് നമ്മളെ ചാർലി ആണത്. സോ അവിടുന്ന് തൊട്ട് ട്രെയിൻ ചെയ്തതാണ്. സോ അപ്പം നമ്മളിപ്പോൾ തന്നെ അതുള്ളതാണ്. ഡയറക്ടർ മലയാളി, എങ്ങനെയാണ് ഈ മലയാളികളെ അല്ലെങ്കിൽ ഇത്രയും ആൾക്കാരെ ചൂസ് ചെയ്യുന്നത് എങ്ങനെയാ? So I don't choose people like that. People, I think when you are passionate about something, you attract similar kind of people towards you. I think I believe in that. And since since the beginning, I have always been passionate about cinema. I think people who are passionate about cinema somehow ended up around me. Probably because I always spoke about cinema. So whenever I speak about cinema, somebody hears it and they want to come and talk about it. And that's how probably my circle is built. കിരൺ രാജ് മലയാളി, സെന്ന ഹെഗ്ഡെ മലയാളി, പ്രൊഡ്യൂസറൊക്കെ സാറ് തന്നെയാണ്. മലയാളികളുടെ പടം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടല്ലോ. പക്ഷെ എന്തെന്ന് വെച്ചാൽ ഇപ്പോൾ സെന്ന ഹെഗ്ഡെ ആയാലും ഞാനായാലും ഇപ്പോൾ ഞാൻ വീട്ടിൽ സംസാരിക്കുന്ന മലയാളം, പക്ഷെ ഞാൻ പഠിച്ചതൊക്കെ കന്നഡ സ്കൂളിലാണ്. ഞാൻ 1ാം ക്ലാസ് തൊട്ട് കന്നഡ സ്കൂളിലാണ് പഠിച്ചത്. എനിക്ക് എഴുതാനും വായിക്കാനും ഒക്കെ അറിയുന്നത്, പറയാനും ഒക്കെ അറിയുന്നത് കന്നഡയാണ്. എനിക്ക് മലയാളത്തിൽ എനിക്ക് എഴുതാൻ അറിയില്ല, വായിക്കാൻ അറിയില്ല. ചാർലിന്ന് വായിക്കാൻ അറിയോ? അങ്ങനെ അറിയാം, അത് കുറച്ച് അറിയാം. പക്ഷെ കന്നഡ ഇപ്പോൾ ഞാൻ ഒരു ഡെബ്യൂ മൂവിന്ന് ചെയ്യണമെന്ന് ഉദ്ദേശിക്കുമ്പോൾ എനിക്ക് കൂടുതൽ ഒരു ഹോൾഡ് ഉള്ളത് കന്നഡ ലാംഗ്വേജിലാണ്. അപ്പോൾ ഞാൻ കന്നഡയിൽ ഞാൻ വന്ന് എനിക്കൊരു ടീമിനൊക്കെ ഞാൻ തേടിക്കൊണ്ടായിരുന്നു. ഓക്കെ, ആരെപ്പോൾ പോയിട്ട് ഏത് ടീമിലാണ് ഞാൻ അസിസ്റ്റൻ്റായി വർക്ക് ചെയ്യാന്നൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവരുടെ ഉളിതവർ കണ്ടത്തെ പടം കണ്ടിരുന്ന ആൾറെഡി. ആൻഡ് അത് മാംഗ്ലൂർ ബേസ്ഡ് ആയിരുന്നു. ഞാൻ മാംഗ്ലൂരിൽ ഒരുപാട് വർഷം ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കൾച്ചർ അത് ഇതൊക്കെ എനിക്ക് അറിയായിരുന്നു. പക്ഷെ ഫസ്റ്റ് ടൈം ഞാൻ ഒരു കന്നഡ പടത്തിൽ ആ മാംഗ്ലൂർ കൾച്ചറിന് അത്രയും റിയലിസ്റ്റിക് ആയിട്ട് കാണിച്ചിരിക്കുന്ന ഒരു പടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അന്ന് പടം കണ്ട് ഇമ്മീഡിയറ്റ് ഫേസ്ബുക്കിൽ ഒരു വലിയൊരു റിവ്യൂ ഒക്കെ എഴുതിയിരുന്നു. ദിസ് ഈസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഇൻ കന്നഡ ഫിലിം ഇൻഡസ്ട്രി എന്നൊക്കെ എഴുതിയിരുന്നു. എന്നിട്ട് കുറച്ച് ടൈം കഴിഞ്ഞ് പിന്നെ ഞാൻ ബാംഗ്ലൂരിലൊരു ഓഫീസിൽ എൻ്റെ ആദ്യത്തെ ഡെബ്യൂ എന്തെന്തിക്കും എന്ന് പറയുന്ന പടത്തിൽ അസിസ്റ്റൻ്റായിട്ട് ആ ഓഫീസിൽ ഒരു ദിവസം ഞാൻ പോകുമ്പോൾ ഋഷഭ് ഷെട്ടി അവരൊക്കെ കാണുന്നുണ്ട് ഞാനവിടെ. അതുകൊണ്ട് റിക്കി പടത്തിൻ്റെ സ്റ്റാർട്ടിങ് ഡിസ്കഷൻ ആയിരുന്നു. അപ്പോൾ അവിടെ കാണുമ്പോൾ ഞാൻ വലിയൊരു ഫാൻ എന്നൊക്കെ പറഞ്ഞു ഋഷഭ് അവർക്ക്. സോ എന്ന് പറഞ്ഞ് അന്ന് ഈവനിങ് തന്നെ അവർ പറഞ്ഞു നമ്മൾക്കൊരു അസോസിയേറ്റ് വരുന്നുണ്ടോ എന്ന് പറഞ്ഞു. ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടുണ്ടായ ഒരു മൂവ്മെൻറ്റാണ്. സോ അങ്ങനെ ഞാൻ അവരെ ടീമിൽ ജോയിൻ ആയതാണ്. ഈവൻ സെന്ന ഹെഗ്ഡെ വരെ നന്നായി കന്നഡ എഴുതും സംസാരിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരാളാണ്. അപ്പൊ രാവിലെ നമ്മൾ അവിടെ വന്നൊരു അപ്പോയിന്റ്മെന്റ് എടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ചിലപ്പോൾ വിളിക്കുമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. കിർക്ക് പാർട്ടിയുടെ കോ റൈറ്റർ ആണോ? Actually, എന്താ 7 Notes? Since I came to the film industry, I always had this feeling that for a good film to happen, the foundation is the writing, and good writers has to be they have to come to the industry for good films to happen. So which is why since then I had this idea that someday I need to develop a writing team. So when I started writing Kirik Party, I already had a couple of good writers. Like we had done couple of short films. I had seen few of them doing short films and all. So I thought since Kirik Party is a college subject and I had a storyline, but while writing the scene, I thought the discussion among the writers will bring a lot of newness to the script. So which is why we formed a writing team called 7 Notes, and that we continued in Avanesh Sriman Narayana. So now each from 7 Notes are doing their own film. For example, Kiran Raj now has done his own film, and Abhijit Mahesh, one of the writers, Chandrajit, one of the writers, they are doing their own films. That is the idea behind it. കിർക്ക് പാർട്ടി 2 പോസ്റ്റർ ഞങ്ങൾ കണ്ടായിരുന്നു.
സ്റ്റാർട്ട് ചെയ്തോ? The idea is getting formed. I still have to finish one film which I'm already shooting now. Right now, and I have to finish the second half of that film. After that, I need to finish one more film called Richard Anthony. After that, I'll do Kirik Party 2. ഞാൻ കേട്ടിട്ടുണ്ട് കിർക്ക് പാർട്ടി ആദ്യം പ്ലാൻ ചെയ്തത് സീനിയറായ ഒരു 4 സ്റ്റുഡൻസിന്റെ കഥയാണ്, പിന്നെ അത് 3 Idiotsമായി ബന്ധം വന്നുകൊണ്ടാണ് ഇതിലേക്ക് മാറിയെന്ന്. ശരിയാണോ അതൊക്കെ? The first version of Kirik Party was about 3 students. So it was Karna was one of the character, and there were 2 more characters which we had planned. But when we rewrote the script, we wrote with just one character as a lead. മലയാളത്തിൽ ഡബ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ കിർക്ക് പാർട്ടി? No, if somebody remakes, then fine. Now there is no point in dubbing. I think it's been a long time. കിർക്ക് പാർട്ടിയിലെ ലോകേഷ് ഇല്ലേ, അരവിന്ദ് അയ്യർ. അരവിന്ദ് അയ്യറിനെ വെച്ചിട്ടാണോ ചാർലി സ്റ്റാർട്ട് ചെയ്തത്? അതെ, പുള്ളിയായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്. ഞാൻ കിരിക് പാർട്ടി ഷൂട്ട് തീരുമ്പോഴാണ് എനിക്ക് ചാർലി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വന്നത്. സോ അപ്പോൾ എനിക്കറിയായിരുന്നു, ഓക്കെ പട്ടി വെച്ചൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് കമ്മിറ്റ്മെൻ്റ് ഒക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിയോട് സംസാരിച്ചിട്ട് പുള്ളി കൺവിൻസ് ആയി, പ്ലോട്ട് കേട്ട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ പുള്ളി ഞാൻ റെഡി എന്ന് പറഞ്ഞു. എന്ന് വെച്ച് നമ്മൾ റക്ഷി സാറിനോട് പിന്നെ പറയുമ്പോൾ അപ്പോൾ റക്ഷി സാർ വന്ന് ഞാൻ പ്രൊഡ്യൂസ് ചെയ്യാം, കിരിക് പാർട്ടി റിലീസ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു. അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിന് പിന്നെ നമ്മൾ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് മനസ്സിലായത്, ഓക്കെ നമ്മളെന്താന്ന് ഒരു ടൈം സ്കെഡ്യൂൾ പ്ലാൻ ചെയ്തത് അതിൻ്റെ ഒരു ഡബിൾ ട്രിപ്പിൾ ടൈമാണ് നമുക്ക് വേണ്ടതെന്ന് പിന്നീടാണ് മനസ്സിലായത്. അപ്പോൾ അരവിന്ദിന് വേറെ കമ്മിറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. സോ പിന്നീട് നമ്മൾ സംസാരിച്ചിട്ട് അത് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോഴാണ് അരവിന്ദ് പോയി. പിന്നെ അപ്പോഴത്തേക്കാണ് റക്ഷിത് സാർ ആൾറെഡി അവനെ ശ്രീമന്നാരായണ ഷൂട്ട് തുടങ്ങിയിരുന്നു. പക്ഷെ അവർക്ക് ഭയങ്കര ഇഷ്ടമായ സബ്ജക്റ്റ് ആയിരുന്നു ഇത്. സോ ഞാൻ എന്തായാലും ആ ധർമ്മ ക്യാരക്ടർ എനിക്ക് പ്ലേ ചെയ്യണമെന്നുണ്ട് എന്ന് അവർ പറഞ്ഞിരുന്നു. അതിന് പിന്നെ റക്ഷിത് സാർ വന്നോളൂ. ഈ പടത്തിൽ KGF ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ എടുത്ത പൃഥ്വിയാണ്, ഈ പടം പൃഥ്വിയാണ്. എങ്ങനെ ഇതിലേക്ക് പൃഥ്വി വന്നത്? So one of our sound designer, Raja Krishnan, he was doing the sound designing, and when we spoke to him about the idea that we would like Prithviraj to present the film, so he immediately called Prithviraj and he spoke to him, and we sent a 15-minute showreel to Prithviraj. He watched the showreel and he loved it. And as soon as he watched the showreel, he told he would like to get associated with the film. KGF ഡിസ്ട്രിബ്യൂഷൻ എടുത്തു. പ്രശാന്ത് നീലിന്റെ അടുത്ത പടത്തിൽ പൃഥ്വി ഉണ്ട്. രക്ഷി ഷെട്ടിയുടെ അടുത്ത പടത്തിൽ പൃഥ്വിയെ കാണാൻ പറ്റുമോ? As of now, there is no idea like that. But if there is something nice, then why not? ഇനി SSCനെ കുറിച്ച് പറഞ്ഞ എത്ര കിലോ കുറച്ചു, വെയിറ്റ് എത്ര കിലോ കമ്മി, എത്ര കിലോ ജാസ്തി? SSC, I finished first half shoot. After that, I have put on 15 kilos now for the second half. ഉളിതവരു കണ്ടന്തേ റിച്ചാർഡ് എപ്പോൾ ഉണ്ടാവും? That will come, I think from December I'll start shooting for that. ചാർലിയുടെ ഒരു 1 ലൈൻ പറയാൻ പറഞ്ഞാൽ എന്ത് പറയും? ധർമ്മ ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറാണ്. ഒരു കോളനിയിലാണ് താമസിക്കുന്നത്, തനിച്ചാണുള്ളത് പുള്ളി. സോ ഒരു ഫാക്ടറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, വെൽഡിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ. സോ പുള്ളി ആരോടും മിംഗലാവത്തില്ല, അയൽക്കാർ ആരൊക്കെയെന്നും ഒന്നും അറിയത്തില്ല. എത്ര വർഷം അവിടെ ഉണ്ടായാലും പിന്നെ അയൽക്കാരൊക്കെ ഇവരുമായിട്ട് വലിയ അടുപ്പമൊന്നുമില്ല. പുള്ളി അവരോട് ഭയങ്കര റൂൾസ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ചെയ്തിട്ടുണ്ടാവും. സോ ഇങ്ങനെയുള്ള ഒരു ഇൻട്രോവേർട്ട് ക്യാരക്ടറിൻ്റെ ലൈഫിൽ അതിന് ഡെഡ് ഓപ്പോസിറ്റ് ആയ ഒരു ക്യാരക്ടറാണ് ചാർലി. സോ ഈ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ചാർലി ധർമ്മൻ്റെ ലൈഫിൽ എൻട്രി ആവും. സോ ധർമ്മൻ്റെ ലൈഫിൽ എൻട്രി ആയതിന് പിന്നെ എങ്ങനെയാണ് അവൾ ധർമ്മൻ്റെ ലൈഫിനെ ചേഞ്ച് ചെയ്യും, അവൻ്റെ പെർസ്പെക്റ്റീവ്സ് ചേഞ്ച് ചെയ്യും എന്ന് പറയുന്ന മൊത്തം സിനിമ. ഞാൻ കേട്ടു ചാർലിയിലേക്ക് ഏകദേശം 2700 നടിമാരെ ഓഡിഷൻ ചെയ്തിട്ടാണ് നായിക വരുന്നത്. ശരിയാണോ? I think later we selected 10-15 of them, and probably we auditioned only just 10-15 of them. I mean, he auditioned. And out of the 15, I think there were last 2-3 of them which we were considering. And finally we chose Sangeeta. ബോബി സിംഹയും കാർത്തിക് സുബ്രാജും ഒക്കെ എങ്ങനെയാണ് വരുന്നത്? കാർത്തിക് സുബ്രാജ് ഡിസ്ട്രിബ്യൂഷൻ, ബോബി സിംഹ ഈ പടത്തിൽ അഭിനയിക്കുന്നുണ്ട് അല്ലേ? ബോബി സാർ എങ്ങനെയാന്ന് പറഞ്ഞാൽ ഈ പടത്തിലൊരു ആ ക്യാരക്ടർ ഉണ്ടായിരുന്നു. സോ അപ്പോൾ നമുക്ക് തമിഴിലൊരു ആർട്ടിസ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ട് ഞാൻ റക്ഷി സാറോട് പറഞ്ഞിരുന്നു. ഓക്കെ, സോ അപ്പോൾ അതിനു മുമ്പ് കാർത്തിക് സുബ്രാജ് അവർ റക്ഷി സാറിന് പഴയ ഫ്രണ്ടാണ്, അവർ മുമ്പ് തൊട്ട ഫ്രണ്ടാണ്.
സോ ഇങ്ങനെ പറയുമ്പോൾ ബോബി സിംഹ അവർക്ക് ആ ഒരു കോൺടാക്ട് കിട്ടി. അപ്പോൾ റക്ഷി സാർ അവരോട് സംസാരിച്ച് ഞാൻ പോയി അവർക്ക് റീഡിങ് കൊടുത്തു അവരുടെ ക്യാരക്ടറിൻ്റെ. അവർക്ക് ഭയങ്കര ഇഷ്ടമായി. സോ അവർ അങ്ങനെ ഓൺ ബോർഡ് വന്നു. So Karthik Subraju and me have been friends since Ulidoro Kadante, Jigar Tanda days. I think first we met during one of the award functions, and since then we have been, whenever he comes to Bangalore we catch up, whenever I go to Chennai we catch up. So when we thought of releasing this film in all the languages, we had Prithviraj in Malayalam. So we wanted someone really good who believes in the film. That was the idea since the beginning, that whoever comes on board should believe in the film, irrespective of how big is the star is. And when we went to Tamil, I asked Karthik that this is the film, and we were looking for someone to present the film, but someone who believes in the film. So he was like, what do you think about Stonebench, our own production? They're like, okay, you guys watch the film. If you guys really think that this film will do well, and if you guys can stand with the film, and that then we can talk about it. So when we watched the film, their whole team watched the film. In fact, almost 5-6 of them from Stonebench Productions, and they all loved the film. So then we thought, okay, fine, we'll go together. രക്ഷിത്, ഋഷഭ്, രാജ്ബി ഷെട്ടി നെക്സ്റ്റ് മൂവി അപ്പോ? All three of us together. 2 and 3. Triple R. Rishabh and me, anyways, we were going to do Kirik Badi 2. With Raj also, so there is one film called, in the lockdown, I have written a script called Midway to Moksha, where Raj is also there and Rishabh is also there. So probably Pramod is also there. പ്രമോദ് ഷെട്ടി. Yeah, he is also there. ലാസ്റ്റ് ടൈം ഞാൻ ഇന്റർവ്യൂ എടുത്തത് ഓർമ്മയുണ്ടോ? I remember, when you ask me questions, I remember the way you ask the questions, because you have one style of asking questions. So that I can connect from last time. താങ്ക് യു സാർ. Thank you. താങ്ക് യു. Thank you.